കഴിഞ്ഞ ദിവസം കൊല്ലത്തെ നടുക്കിയ കൊലപാതകത്തിനു പിന്നിലും പ്രണയപ്പക. നഗരമധ്യത്തിലെ വീട്ടിലെത്തി കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിനു പിന്നിൽ പ്രണയപ്പകയെന്ന് പോലീസ്. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് 2ാം വർഷം BCA വിദ്യാർത്ഥിയും ഉളിയക്കോവിൽ വിളപ്പുറം മാതൃകാ നഗർ 162 ഫ്ലോറിഡേലിൽ ജോർജ് ഗോമസിന്റെ മകനുമായ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കുത്തേറ്റ് മരിച്ചത്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SA നീണ്ടകര പുത്തൻതുറ തെക്കടത്ത് രാജുവിന്റെ മകൻ തേജസ് രാജ് എന്ന 23-കാരനാണ് ചെമാമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചത്. സംഭവത്തിൽ പ്രതികരിച്ച് ഫാത്തിമ മാതാ കോളേജിലെ BCA വിഭാഗം മേധാവി രംഗത്ത് എത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു എന്നാണ് അധ്യാപികയുടെ വാക്കുകൾ. ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി അറിയില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറയുന്നു. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജ് മുൻപ് പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് 2 കുടുംബങ്ങളുടെ സമ്മതമുണ്ടായിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് പകയ്ക്ക് കാരണമായത്. ഇത് തേജസിന്റെ മനസ്സിൽ വൈരാഗ്യത്തിന് കാരണമായെന്ന് പോലീസ് പറയുന്നു. ഫെബിന്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണ്. പ്രണയത്തിലായ രണ്ടുപേരും വീട്ടിൽ കാര്യം പറഞ്ഞതോടെയാണ് വിവാഹം ഉറപ്പിച്ചത്. എന്നാൽ ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്മാറി. പിന്നീട് തേജസ് വിളിക്കുമ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. ഇതും വൈരാഗ്യത്തിന് കാരണമായി. പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ബന്ധം തുടരണം എന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാർ വിലക്കിയിരുന്നു. ഈ ദേഷ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നതിൽ കലാശിച്ചത് എന്നും പോലീസ് പറയുന്നു. കുത്തേറ്റ യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് ചികിത്സയിൽ തുടരുകയാണ്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നു എന്നും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 6:45-ഓടെയാണ് വെളുത്ത കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തുന്നത്. കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് ബുർഖ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറി. 2 കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു. ഫെബിന്റെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കാനാണ് തേജസ് ആദ്യം ശ്രമിച്ചത് എന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഇതിനിടെ ഫെബിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ പദ്ധതി മാറി. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫെബിനെ നെഞ്ചിൽ കുത്തിവീഴ്ത്തി തടയാൻ ശ്രമിച്ച പിതാവ് ജോർജ് ഗോമസിനും ആക്രമണത്തിൽ പരിക്കേറ്റു. കൊലപാതകത്തിന് ഇയാൾ തിരഞ്ഞെടുത്ത രീതിയും അതിക്രൂരം തന്നെയാണ്. പർദ്ദ പോലെ തോന്നുന്ന ഒരു കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ചാണ് പ്രതി വീട്ടിലേക്ക് കയറി വന്നത്. കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു. വീട്ടുകാരുടെ ബഹളം കേട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഫെബിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടിപ്പോകുന്നതാണ് കണ്ടത് എന്ന് അയൽവാസി പറയുന്നു. കുത്തുകൊണ്ട് ഫെബിൻ റോഡിലേക്ക് ഓടി വന്ന് വീണപ്പോഴാണ് നാട്ടുകാർ തന്നെ സംഭവം പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തീവണ്ടിക്ക് മുന്നിൽ ഈ യുവാവ് ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയും വന്നു. എല്ലാവർക്കും ഫെബിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥിയായ ഫെബിൻ പഠനം കഴിഞ്ഞ ശേഷം ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലിക്കായി പോകുന്നു. വളരെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. ഫെബിനൊപ്പം അച്ഛൻ ജോർജ് ഗോമസ്, അമ്മ ഡെയ്സി എന്നിവരാണ് ഫ്ലോറിഡയിൽ എന്ന വീട്ടിൽ താമസം. സഹോദരി കോഴിക്കോട്ട് ബാങ്ക് ജീവനക്കാരിയാണ്. ബെൻസിഗർ ആശുപത്രിയിലെ ഡ്രൈവറാണ് ഫെബിന്റെ പിതാവ് ജോർജ്. പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജോർജിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തേജസിന്റെയും ഫെബിന്റെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങൾ നീണ്ട അടുപ്പമുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ഫെബിന്റെ സഹോദരിയും തേജസും എഞ്ചിനീയറിംഗ് കോളേജിൽ സഹപാഠികളായിരുന്നു. തുടർന്ന് ബാങ്ക് പരീക്ഷാ പരിശീലനത്തിലും 2 പേരും ഒപ്പമുണ്ടായിരുന്നു. 2 പേരും പരീക്ഷ എഴുതി എങ്കിലും യുവതിക്ക് മാത്രമേ ബാങ്കിൽ ജോലി കിട്ടിയുള്ളൂ. തേജസ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ജയിച്ചു എങ്കിലും ഫിസിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം 2 പേരും ഒരു ചെറിയ അകൽച്ചയിലായി. പല പ്രാവശ്യം ഇതേ ചൊല്ലി തേജസ് ഫെബിന്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നു എന്നും പോലീസ് പറയുന്നു. തേജസിനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് പെട്രോൾ ടിന്നുകളുമായിട്ടാണ്. ഒരു ടിൻ തുറന്ന് സംഭവ സ്ഥലത്ത് പെട്രോൾ ഒഴിച്ചു. പെട്രോൾ കൈവശം വെച്ചത് ഫെബിന്റെ സഹോദരിയെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്ന് പോലീസ് സംശയിക്കുന്നു. യുവതി വീട്ടിലുണ്ടായിരുന്നില്ല. മറ്റൊരു പെട്രോൾ ടിൻ ഇയാളുടെ കാറിൽ നിന്ന് പിന്നീട് പോലീസ് കണ്ടെടുത്തിരുന്നു. ഇത് മുൻ സീറ്റിന് താഴെ ചെരിഞ്ഞു വീണ നിലയിലായിരുന്നു. തേജസ് വരുന്ന സമയത്ത് വീട്ടുകാർ പേരയ്ക്ക കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അത്രേ. അവരുടെ കൈവശമുണ്ടായിരുന്ന കത്തിയാണ് പിടിച്ചു വാങ്ങി തേജസ് കുത്താൻ ഉപയോഗിച്ചത് എന്നും പോലീസ് കരുതുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.